നല്ലൊരു മീൻകറി കൂട്ടണം എന്നുണ്ടെങ്കിൽ കോട്ടയംകാരുടെ നല്ല കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറി കഴിക്കണമെന്ന ഒരു ചൊല്ലുണ്ട്. അപ്പം നമുക്കിന്ന് കോട്ടയം സ്റ്റൈലിലുണ്ടാക്കിയ കൊടമ്പുളി ഇട്ട് വെച്ച ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുവാനായിട്ട് ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ കൂട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു ഇത്തിരി ഉലുവാപ്പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ട് ആ കൂട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേവി ഉണ്ടാക്കുവാനായിട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും അതുപോലെ കുടംപുളിയും ഉപ്പും കൂടി ചേർത്ത് ഈ ചാറ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ചാറ് നന്നായി തിളച്ചു വന്നതിന് ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുക്കാവുള്ളൂ. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. കാരണം മീൻ ചട്ടിയിലേക്ക് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം തവിയോ സ്പൂണോ ഒന്നും ഇട്ട് ഇളക്കി കൊടുക്കുവാൻ പാടില്ല. കാരണം മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരല്പസമയം കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് ചാറൊക്കെ നന്നായി കുറുകി എണ്ണ തെളിഞ്ഞ് ഒരു അടിപൊളി മീൻകറി നമുക്ക് തയ്യാറായി കിട്ടുന്നതാണ്. ഈ മീൻകറി നമുക്ക് കപ്പയുടെ കൂടെയോ അതോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.